മലയാളം ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ അനുമോൾ ശൈത്യേൻ്റെ അടുത്ത് വരികയാണ്. ശൈത്യാണെങ്കിൽ ഇപ്പോൾ ആപ്പാനി ശരത്ത്, അതേപോലെ അക്ബർ, ബിന്നി, റെന ഫാത്തിമ, രേണു അവരൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്താണ് അനുമോൾ വന്നത് ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ ശൈത്യനോട് ചോദിക്കുന്നുണ്ട്, നീ ഇന്നർ എങ്ങാനും എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇന്നർ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ എങ്ങാനും അവിടെ എങ്ങാനും പോയി നോക്ക് എന്ന് പറയണേ, എൻ്റെ അടുത്താണോ നിൻ്റെ ഇന്നർ എന്ന് ശൈത്യം ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ എല്ലായിടത്തും നോക്കി, അവിടെ കുറേ തുണികൾ കിടക്കുന്നുണ്ട്, അവിടെ എങ്ങാനും നീ പോയി നോക്കുന്ന ശൈത്യം പറയുന്നുണ്ട്. ഞാൻ അവിടെയൊക്കെ നോക്കിയടി, എവിടെയും കാണുന്നില്ല, ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്താണെന്നറിയില്ല, എൻ്റെ ഡ്രസ്സ് മാത്രമാണല്ലോ ഇങ്ങനെ മിസ്സിങ് വരുന്നതെന്ന് അനുമോൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് എല്ലായിടത്തേക്കും നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതിനുശേഷം അക്ബർ അനുമോൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, അനുമോൾ പറഞ്ഞ ആ വാക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, അത് എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല, അത് എൻ്റെ മനസ്സിൽ നിന്ന് പോകുമില്ല ശരത്തേ എന്ന് പറയുന്നുണ്ട്. അതായത് അവൾ എൻ്റെ ഭാര്യേനെ ഇട്ടിട്ട് പോവും, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യ കാണൂല എന്നൊക്കെ പറഞ്ഞത്, അതെനിക്ക് ഭയങ്കര എൻ്റെ കൊണ്ട കാര്യം തന്നെയാണ് ശരത്തേ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ശൈത്യ കയറി പറയുന്നുണ്ട്, ഞാൻ അവളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഫാമിലീനെ കയറ്റി ഒരു ഇടലാണ്, അവളോട് ഞാൻ എത്ര തവണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കുമോ, ഒരു വെറുതെ വലിച്ചഴിക്കും ഫാമിലീനെ കുറിച്ച്. എന്താണെങ്കിലും ശൈത്യ അവിടെയും നിൽക്കുന്നുണ്ട്, ഇവിടെയും നിൽക്കുന്നുണ്ട്. ശൈത്യനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. എന്താണെങ്കിലും അനുമോൾക്ക് കട്ട സപ്പോർട്ടുമായിട്ട് ജിഷിൻ എത്തിയിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ. അതേപോലെ തന്നെ ഷാനവാസും ആദിലയും നൂറയും ഒക്കെ കട്ട സപ്പോർട്ടായിട്ട് കൂടിയുണ്ട്. അതിനുശേഷം അനുമോൾ ഷാനവാസിനോടും ജിഷിൻ്റെ അടുത്തൊക്കെ പോയി പറയുന്നുണ്ട്. ആ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട്, ജിഷിനും പറയുന്നുണ്ട്, എല്ലായിടത്തും പോയി നോക്ക്, എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും, നീ ഒന്ന് സമാധാനപ്പെട്ടു പോയി നോക്ക് എന്ന് പറയുന്നുണ്ട്.